Hi all of you, today I'm here with a new lesson that is idioms and phrases. So നമ്മുടെ എല്ലാ ലാംഗ്വേജിലും തന്നെ ഇഡിയംസും ഫ്രേസസും ഉണ്ട്. അതാണ് നമ്മുടെ ലാംഗ്വേജസിനെ കൂടുതൽ റിച്ച് ആക്കുന്നത്. നമ്മൾ സാധാരണ സംസാരിക്കുന്നതും കുറേ ഇഡിയംസും ഫ്രേസസ് ഒക്കെ ആഡ് ചെയ്ത് സംസാരിക്കുന്ന തമ്മിൽ ബിഗ് ഡിഫറൻസ് ഉണ്ട്. സോ മാക്സിമം നമ്മൾ ലാംഗ്വേജ് എപ്പോഴും ക്രിയേറ്റീവ് ആക്കാൻ നോക്കുക, ക്വാളിറ്റി ഉള്ളതാക്കാൻ നോക്കുക, ഇഡിയംസും ഫ്രേസസ് ഒക്കെ ആഡ് ചെയ്ത് കൂടുതൽ റിച്ച്നെസ് കൊടുക്കാൻ നോക്കുക. So for that we can learn some phrases and idioms. Okay. Let's start. English language is rich in idioms. They are an integral part of the language. So English language എന്ന് പറയുന്നത് വളരെ റിച്ച് ആണ് ഇൻ ഇഡിയംസ്. ഒത്തിരി ഇഡിയംസും ഫ്രേസസ് ഒക്കെ ചേർന്നാണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് എൻ ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് ഇംഗ്ലീഷ്. അപ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ട് കൂടിയാണ് ഇഡിയംസ് ആൻഡ് ഫ്രേസസ്. ഓക്കെ, ലെറ്റ് us see one by one. The apple of one's eye, that means a very dear one. Example, Ravi is an apple of his mother's eye. So apple of എന്ന് പറയുന്നത് ആപ്പിൾസ് ഓഫ് വൺസ് ഐ, അല്ലെങ്കിൽ ആ വൺസിൻ്റെ സ്ഥാനത്ത് നമുക്ക് മദർ, ഫാദർ എന്ത് വേണമെങ്കിലും വയ്ക്കാം. സോ ആപ്പിൾ ഓഫ് വൺസ് ഐ എന്ന് പറയുന്നത് സോ ഡിയർ ടു മീ എന്ന അർത്ഥത്തിലാണ്. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവൾ, പ്രിയപ്പെട്ടയാൾ എന്ന അർത്ഥത്തിലാണ് നമ്മൾ പറയുന്നത്. സോ ഡിയർ ടു മീ എന്ന അർത്ഥത്തിൽ. സോ ദി ആപ്പിൾ ഓഫ് വൺസ് ഐ, എ വെരി ഡിയർ വൺ. രവി ഈസ് എൻ ആപ്പിൾ ഓഫ് ഹിസ് മദേഴ്സ് ഐ. അപ്പം രവിയുടെ അമ്മയുടെ കണ്ണിലെ ഒരു ആപ്പിൾ എന്നാണ് പറയുന്നത്. ആപ്പിളാണ് രവി എന്ന് പറയുന്നത്. രവി അമ്മയുടെ ഏറ്റവും പ്രിയപ്പെട്ട മകനാണ് എന്ന അർത്ഥത്തിലാണ് പറയുന്നത്. സോ ആപ്പിൾ ഓഫ് വൺസ് ഐ എന്ന് പറയുന്നത് എ വെരി വെരി ഡിയർ വൺ എന്നാണ്. സോ നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ ലാംഗ്വേജിലൊക്കെ ഇനി യൂസ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ആരെങ്കിലും പ്രിയപ്പെട്ടതായിട്ടുണ്ട്, ഡിയർ ആയിട്ടുണ്ടെങ്കിൽ ഹീ ഈസ് എൻ ആപ്പിൾ ഓഫ് മൈ ഐ എന്ന് പറയാം. ഓക്കെ, എൻ്റെ കണ്ണിലെ കൃഷ്ണമണി എന്നൊക്കെ നമ്മൾ പറയില്ലേ മലയാളത്തിൽ, എൻ്റെ കണ്ണിലെ കൃഷ്ണമണിയാണ് അവൾ, അവൻ എന്നൊക്കെ പറയുന്ന പോലെയാണ് ആപ്പിൾ ഓഫ് അൻ ഐ എന്ന് പറയുന്നത്. സോ വെരി ഇമ്പോർട്ടൻ്റ് ആണത്, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യുന്നതാണ്. സോ മാക്സിമം നിങ്ങൾ ഇങ്ങനെയുള്ള കുഞ്ഞു ഫ്രേസസും ഇഡിയംസ് ഒക്കെ നിങ്ങളുടെ ലാംഗ്വേജിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. സോ ഫസ്റ്റ് വൺ ഈസ് ദി ആപ്പിൾ ഓഫ് വൺസ് ഐ, എ വെരി ഡിയർ വൺ. ഓക്കെ, ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. ഏറ്റവും പ്രിയപ്പെട്ടവൾ, പ്രിയപ്പെട്ടവൻ, അല്ലെങ്കിൽ എൻ്റെ കണ്ണിലെ കൃഷ്ണമണി എന്ന അർത്ഥത്തിലാണ് നമ്മൾ ദി ആപ്പിൾ ഓഫ് വൺസ് ഐ എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ, ആപ്പിൾ പൈ ഓർഡർ. ദാറ്റ് മീൻസ് നീറ്റ് ആൻഡ് ക്ലീൻ. ആപ്പിൾ പൈ ഓർഡർ. Students must wear the uniform in apple pie order. Students must wear the uniform in apple pie order. എന്ന് വെച്ചാൽ സ്റ്റുഡൻസ് അവരുടെ യൂണിഫോം ആപ്പിൾ പൈ ഓർഡറിൽ ധരിക്കുക, വിയർ. സോ ആപ്പിൾ പൈ മീൻസ് നീറ്റ് ആൻഡ് ക്ലീൻ. ഇപ്പം എല്ലാ സ്റ്റുഡൻസും നമ്മൾ സ്കൂളാകട്ടെ കോളേജസ് ആകട്ടെ എവിടെ പോയാലും യൂണിഫോം നല്ല നീറ്റ് ആയിരിക്കും അല്ലേ, അയണൊക്കെ ചെയ്ത് എപ്പോഴും പെർഫെക്റ്റ് ആയിട്ട് ടൈയൊക്കെ കെട്ടി നമ്മുടെ ലൈക്ക് ടാഗൊക്കെ ഇട്ട് പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ പോകുന്നു. സോ എപ്പോഴും യൂണിഫോം നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം. സോ അതിന് നമ്മൾ പറയുന്ന ഒരു ഇഡിയമാണ് അല്ലെങ്കിൽ ഒരു ഫ്രേസാണ് ആപ്പിൾ പൈ ഓർഡർ. സോ ആപ്പിൾ പൈ ഓർഡർ, നീറ്റ് ആൻഡ് ക്ലീൻ എന്നാണ് അർത്ഥം. അപ്പോൾ നിങ്ങൾ ഇനി മുതൽ നീറ്റ് ആൻഡ് ക്ലീനിന് പകരം ആപ്പിൾ പൈ ഓർഡർ എന്ന് യൂസ് ചെയ്യാവുന്നതാണ് ലാംഗ്വേജസിൽ. ഓക്കെ, സോ മേക്ക് ദ ലാംഗ്വേജ് ഡിഫറെൻ്റ് ആയിട്ട് സംസാരിക്കാൻ നോക്കുക, ഡിഫറെൻ്റ് ആയിട്ട് പറയാൻ നോക്കുക. സോ ഇറ്റ് മേക്സ് യു ഓൾസോ ഡിഫറെൻറ്റ്. ബി മാഡ് എന്ന് നമ്മളെപ്പോഴും പറയും കേട്ടോ. ബി മാഡ്. മാഡ് മീൻസ് ഡബിൾ മീനിങ് ഉണ്ട്. മാഡ്, MAD, മാഡ് ഉദ്ദേശിക്കുന്നത് ലൈക്ക് വി ആർ മാഡ് മീൻസ് വി ആർ ക്രൈസി എന്ന മീനിങ് ഉണ്ട്. ഞാൻ ഉദ്ദേശിച്ചത് ആ മാഡ് അല്ല, ക്യാപിറ്റൽ മാഡ്, MAD. മേക്ക് എ ഡിഫറെൻറ്റ് എന്നാണ് പറയുന്നത്. മേക്ക് എ ഡിഫറൻസ്, ബി മാഡ്. അപ്പം നമ്മൾ എവിടെ പോയാലും എന്ത് ചെയ്താലും എന്ത് പറഞ്ഞാലും എന്ത് സംസാരിച്ചാലും എന്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്താലും ബി ഡിഫറെൻറ്റ് ഫ്രം അതേഴ്സ്. മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കാൻ ശ്രമിക്കുക. അതാണ് നമ്മൾ കൂടുതലും വ്യത്യസ്തമാക്കുന്നതും മറ്റുള്ളവരിൽ നിന്ന് മാറ്റി നിർത്തുന്നതും. സോ പ്ലീസ് കീപ്പ് ഇൻ മൈൻഡ് ദാറ്റ്. ഓക്കെ, so apple pie order means neat and clean.